ഗുഡ് ഈവനിങ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഇങ്ങനെ ഒരു വിംബിൾ അക്കാദമിയുടെ കീഴിൽ നമ്മളെ പോലുള്ള ട്രെയിനിങ് പാഷനായിട്ട് കണ്ടിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ഉറ്റുനോക്കിയും വളരെ ആകാംക്ഷയോടെയും ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ ശ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന, അതിലാദ്യമായിട്ട് എനിക്ക് സ്വാഗതം ഒരു നന്ദിയും പറയാനുള്ളത് വിൻബിൾ അക്കാദമി ോടാണ്. അതില് വളരെയധികം ഒരു നന്ദി ഞാൻ ഫൈസൽ സാറിനെ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതിലപ്പുറം പല തിരക്കുകളുടെ ഇടയിലും പാർട്ടിസിപ്പൻസ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോ ഈ ഒരു സെഷൻ ശ്രവിക്കാനായിട്ട് നാടിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും അവരുടെ പ്രൊഫഷണൽ ലൈഫിന്റെ ഒരു സമയം ഇതിനായി മാറ്റിവെച്ചിട്ട്, ആ തിരക്കുകളുടെ ഇടയിലൊക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസും എല്ലാ ഓഡിയൻസിനെയും ഞാൻ എൻ്റെ പേരിലും വിൻബിൾ അക്കാദമിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. The mindfulness, the art of being present എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം എല്ലാ സാധാരണക്കാർക്കും വളരെ ആവശ്യമുള്ള ഒരു വിഷയം ഇത് തെരഞ്ഞെടുത്ത ട്രെയിനിങ്ങിന്റെ ഭാഗവും ഒരു ട്രെയിനറായിട്ട് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന, പ്രൊഫഷനായിട്ട് ഒരു ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, എഡ്യൂക്കേഷണലി ബിടെക് ക്വാളിഫിക്കേഷനും ഫാമിലി ലൈഫിൽ 2 മക്കളും ആ ഒരു ജീവിതത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ഒരു പാഷൻ കൊണ്ടു നടക്കുന്ന മാം സജന മുസ്തഫ വിംബിൾ അക്കാദമിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. മാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ഒരു സെഷന് വളരെ നല്ല രീതിയിൽ, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പാർട്ടിസിപ്പൻസിന് കൊടുക്കാനും കഴിയട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട്, ഞങ്ങളെപ്പോലുള്ള പാർട്ടിസിപ്പൻസ്, ഞങ്ങളുടെ പോലുള്ള ഓഡിയൻസിൽ മാഡത്തിന്റെ അടുത്ത ഈ ഒരു പാഷൻ, ഈ ഒരു കരിയറിലേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ഞങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വിംബിൾ അക്കാദമിയുടെ ഫൈസൽ സാറിനെ ഞാൻ സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് താങ്ക്സ്. ഓക്കെ, സന്തോഷം. മുബാറക്ക് ദുബായിൽ നിന്നാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കിടയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു ഇൻട്രോ പറയാൻ അദ്ദേഹം സന്നദ്ധമായത്. അതിനു വേണ്ടിയിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെ നന്നായി തന്നെ ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒരു ഗ്രേറ്റ്ഫുൾനെസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സോ നമ്മളുടെ 23ാമത് എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ട്രെയിനേഴ്സ് ടോക്കിന്റെ 23ാമത് എഡിഷൻ ആണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് സജന മുസ്തഫയാണ്. ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലെ ബാച്ച് 4-ൽ നിന്നുള്ള സജന മുസ്തഫ. മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാക്സിമം നമ്മൾ എത്രത്തോളം ആളുകളോട് സംസാരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് രൂപപ്പെടുത്താൻ കഴിയും. വിശേഷിച്ചും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഓൺലൈൻ അതല്ലെങ്കിൽ വെർച്വൽ വേൾഡിന്റെ ഒരു സാധ്യത വന്നതോടുകൂടി തന്നെ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പണ്ടത്തെ പോലെ നമുക്ക് ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങുകയോ അതല്ലെങ്കിൽ നമുക്ക് ഒരു ഹാള് സംഘടിപ്പിച്ച് സംസാരിക്കേണ്ടി വരികയോ ഒന്നും അങ്ങനെ ഒന്നും ആവശ്യം വരുന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള
സ്ഥലങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കാനും സംവദിക്കാനും നോളജുകൾ ഷെയർ ചെയ്യാനും നോളജുകൾ റിട്രീവ് ചെയ്യാനും സർട്ടിഫിക്കേഷൻസ് എടുക്കാനും ഒക്കെയുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് നമ്മളുടെ സ്കില്ലിനെയും നോളജിനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കമ്മ്യൂണിക്കേഷനും പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനിങ്ങും ഇതൊക്കെ നമ്മൾ എത്രത്തോളം അതിൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലാവട്ടെ, തൊഴിൽ മേഖലയിലാകട്ടെ, സോഷ്യൽ ലൈഫിലാവട്ടെ, ഇതുണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെന്റുകൾ വളരെ വലുതാണ്. ചില സമയത്ത് ഒരുപാട് വർഷങ്ങൾക്കും കാലങ്ങൾക്കും ശേഷമായിരിക്കും ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നമുക്കൊരു അറിവും ഒരു സ്കില്ലും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നേരത്തെ നേടിയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ ഇതിനേക്കാൾ മനോഹരമാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മളത് ശ്രമിക്കാത്തത് കൊണ്ടാണ്, നമുക്കൊരു ഫെൽറ്റ് നീഡ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എന്തിന്റെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോഴും എന്തിനാണ് ഞാൻ അത് നേടിയെടുക്കാൻ പോകുന്നത്, നമ്മളൊരു സർട്ടിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഈ സർട്ടിഫിക്കേഷൻ നേടുന്നത്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാവണം. ആ റീസൺ ആണ്, അതല്ലെങ്കിൽ ആ ഒരു ഡിസയർ ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക, അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, അത് നേടിയെടുക്കാൻ. അല്ലെ, എല്ലാവർക്കും പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ആ നേടിയെടുക്കാൻ മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാകണം. ആ റീസൺ ആണ് അത് നേടിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് നല്ല സ്കില്ലും നോളജും ഒക്കെ ഉള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സജ്ന മുസ്തഫയെ ക്ഷണിക്കുകയാണ്. ദ മൈൻഡ്ഫുൾനെസ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സജ്ന സംസാരിക്കാൻ പോകുന്നത്. സോ സജ്ന, പ്ലീസ്. Thank you, Faisal sir, and thank you, Mubarak sir, and thank you all. മുബാറക് സാർ ഇവിടെ എന്നെ പറ്റി ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ എന്നെ കുറിച്ച് ഞാനൊന്ന് പറയാം. എൻ്റെ പേര് സജ്ന, സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, ചന്ദ്രാപ്പിനി. ഞാൻ ട്രെയിൻഡ് ട്രെയിനറിന്റെ 4th ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം തന്ന ഫൈസൽ സാറിന് ഞാൻ എൻ്റെ നന്ദി ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്താണ്. പിന്നെ ഫൈസൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു നാട്ടുകാരാണെന്നുള്ള ഒരു സന്തോഷം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മൈൻഡ്ഫുൾനെസ് എന്ന ഒരു വേർഡ് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അല്ലെ. മൈൻഡ്ഫുൾനെസ്സും അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നവരിവിടെ ഉണ്ടായിരിക്കും. ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഇവിടെ മൈൻഡ്ഫുൾനെസ്സോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയോ? ആരും ഇല്ല എല്ലാരും വിഷയം ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ കഴിഞ്ഞാല് ആണോ? അതെയോ? അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്തായാലും അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നും മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഇരിക്കുന്നത് കൊണ്ട്, അതായത് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാന്ന് വെച്ചാൽ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്ന് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കൊണ്ടുവരാം, അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പ്രസന്റ് മൊമെന്റില് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളായിരിക്കാം, നമ്മുടെ ഇമോഷൻസ് ആയിരിക്കാം. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും. ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സെൻസേഷൻസ്, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സ്മെല് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അത് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും. അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, അതായത് നമ്മുടെ ചിന്തകളെ കുറിച്ചും ഇമോഷൻസിനെ ഒക്കെ കുറിച്ചും, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, നമ്മുടെ സെൻസേഷൻസിനെ കുറിച്ചും, അതുപോലെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും നമ്മൾ പൂർണ്ണമായിട്ട് ബോധപൂർവം ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയക്കാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നോക്കണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടൊരു ആൻസർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ 2-3 ഡെയിലി ലൈഫിലെ 2-3 സിറ്റുവേഷൻസ് പറയാം. ഇപ്പൊ നമ്മൾക്ക് അർജന്റ് ആയിട്ട് പുറത്തെവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പൊ നമ്മൾ വേഗം റെഡിയായി ഡോറിന്റെ കീ ഒക്കെ എടുത്തു, ഡോറൊക്കെ ലോക്ക് ചെയ്തു, വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് നമുക്കൊരു ഡൗട്ട്, ഡോറ് ലോക്ക് ചെയ്തോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഡോറിന്റെ കീ ഒക്കെ കയ്യിലുണ്ട്, പക്ഷെ ഡോറ് ലോക്ക് ചെയ്തോ എന്നൊരു ഡൗട്ട്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുമെങ്കിൽ ഇപ്പൊ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്താണ് ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അങ്ങനെ നമ്മളത് പോയി നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത്. അപ്പൊ നമ്മൾ ബില്ലൊക്കെ വാങ്ങി വരുമ്പോഴാണ് ഓർത്തത് അടുപ്പത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് വേഗം നമ്മൾ ആ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട്, നമ്മൾ സാധാരണ വെക്കാറുള്ള സ്ഥലത്തല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ കുക്ക് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബില്ല് എവിടെയാ വെച്ചത് നമുക്ക് തീരെ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറയണമെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യണം. നമ്മൾ ഫോൺ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോൺ അൺലോക്ക് ചെയ്തു. ആ സമയത്ത് തന്നെ കുറെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് വാട്സപ്പിലോ മറ്റോ കുറെ നോട്ടിഫിക്കേഷൻ. നമ്മൾ അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തു, അതിനൊക്കെ റിപ്ലൈ കൊടുത്തു. പിന്നെ നമ്മൾ ആ ഫോൺ ചെയ്യേണ്ട കാര്യം തന്നെ മറന്നുപോയി. ഇങ്ങനൊരു അവസ്ഥ. അതുപോലെ തന്നെ എനിക്കുണ്ടാവുന്ന ഒരു ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്, വല്ല പച്ചമുളകോ കറിവേപ്പിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോ എന്താ എടുക്കാൻ വന്നതെന്ന് ഓർമ്മയില്ലാത്തൊരവസ്ഥ. അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്? സൗണ്ട് ചില സമയത്ത് ഒന്ന് ക്ലാരിറ്റി കുറയുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഉണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഇല്ല ഓഡിബിൾ തന്നെയാണ്. ഓഡിബിൾ ആണോ? ആ ഓക്കെ. നമുക്ക് ഒരുപാട് തവണ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കാൻ വെച്ചാൽ എന്തൊരു മറവിയാ, നമുക്ക് എന്തൊരു മറവിയാണെന്നാണ് വിചാരിക്കല്ലേ. പക്ഷെ ആക്ച്വലി ഇത് മറവിയല്ല, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു റിസൾട്ട് ആണിത്. ഓക്കെ. അപ്പൊ ഫാദർ ഓഫ് ദി മൈൻഡ്ഫുൾനെസ് എന്നറിയപ്പെടുന്നത് തിക് നാറ്റ് ഹാൻ ആണ്. അദ്ദേഹം ഒരു വിയറ്റ്നാമിസ്റ്റ് ബുദ്ധിസ്റ്റ് മങ്കാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്സുകൾ സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്, സ്പിരിച്വാലിറ്റിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാൻ പറ്റിയ ബുക്സുകൾ ഉണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഇൻസൈറ്റ് ഒക്കെ കിട്ടുന്ന ബുക്സുകൾ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന ഒരു ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, മെനി പീപ്പിൾ ആർ അലൈവ് ബട്ട് ഡോണ്ട് ടച്ച് ദ മിറാക്കിൾ ഓഫ് ബീയിങ് അലൈവ് എന്നാണ്. അതായത് പല ആളുകളും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതമാകുന്ന അത്ഭുതത്തെ അവര് തൊട്ടറിയുന്നില്ല, അല്ലെങ്കിൽ ജീവിതമാകുന്ന അനുഭവത്തെ അവർ അനുഭവിച്ചറിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ഒരു പിക്ചർ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ട്. അയ്യോ, ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലേ ഫൈസൽ സാർ? ഞാൻ ഹോസ്റ്റ് ആക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണുന്നുണ്ട്. മൈൻഡ്ഫുൾ ഓർ മൈൻഡ്ഫുൾ. ഈ ഒരു പിക്ചറിൽ ഒരു വ്യക്തി അയാളുടെ നായയുടെ ഒപ്പം നടന്നു പോവാണ്. അപ്പൊ ഈ നായ എന്ന് പറയുന്നത് അതിന്റെ മുമ്പിലുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് പോണത്. സൂര്യൻ, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, അതൊക്കെ കണ്ട് അറിഞ്ഞിട്ടാണ് നായ നടക്കുന്നത്. പക്ഷെ ഈ വ്യക്തി ആവട്ടെ ഒരുപാട് ചിന്തകളുമായിട്ടാണ് നടക്കുന്നത്. അതായത് എന്താ പറയുക, പാസ്റ്റിലെയും പ്രസന്റിലെയും ഒരുപാട് ചിന്തകളുമായിട്ടാണ് ഈ വ്യക്തി നടക്കുന്നത്. അപ്പോ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ അനുഭവങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലാണ് നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ അനുഭവങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലാണ് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ദ പവർ ഓഫ് നൗ എന്നൊരു പുസ്തകത്തില് എക്കാർട്ട് ടോളെ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടം എന്ന് പറയുന്നത് ബോധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
അതായത് തിങ്കിങ് വിത്തൗട്ട് അവയർനെസ്. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത്? കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് പാസ്റ്റും ഫ്യൂച്ചറാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ശരിയല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നണത്? കൂടുതലായിട്ടും നമ്മൾ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങളല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആകുലതപ്പെടുന്നതും ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. അതെ 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 നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന കാര്യം, മക്കളുടെ കാര്യങ്ങൾ, അങ്ങനെ പല 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 കാര്യങ്ങൾ കൊണ്ട് പലരും അങ്ങനെ ഒരു ചിന്തകളിലാണ് നമ്മൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ, അതായത് ഈ നിമിഷത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, ഈ നിമിഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അറിഞ്ഞ് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാട് കയറിയ ചിന്തകളാണ്. അപ്പൊ ഈ ചിന്തകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ? നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. അതായത് നമ്മൾ നമ്മളുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും കുറച്ച് അവെയർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളുടെ ഇമോഷൻസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളുടെ ആവശ്യമായിട്ടുള്ള ചിന്തകൾ ഏത്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഏതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഈ കഴിവില്ലായ്മയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്കിപ്പോ ഇതൊരു ആവശ്യമില്ലാത്ത ചിന്ത ആണെന്ന് നമ്മൾ തോന്നുമ്പോൾ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. അപ്പൊ ഇതുപോലെ നമ്മൾ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോധപൂർവ്വം മനഃപൂർവ്വം നമ്മൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ പിന്നെ താനേ നമ്മളുടെ കുറെ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ് ഒക്കെ നമ്മൾക്ക് ഒരുപാട് കുറയും. പിന്നെ ഈ ചിന്തകൾ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കാന്നുള്ളതാണ് ചിന്തകളെ കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തകൾക്ക് അടിമയാകാണ്ട് ചിന്തയ്ക്ക് മീതെ ഉയരുക. അതായത് മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ തോട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെ, നമ്മളുടെ ഇമോഷൻസിനെയും നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വർത്തമാന കാലത്തിൽ നമുക്ക് കൂടുതൽ വേദനകൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ പാസ്റ്റിലും ഫ്യൂച്ചറിലായിരിക്കും. പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും തീരെ വേണ്ടെന്നല്ല പറയണത്, നമ്മൾ പാസ്റ്റിൽ ജീവിക്കരുതെന്നാണ് പറയണത്. പാസ്റ്റിൽ നമുക്കുള്ള അനുഭവങ്ങളിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കണം, അതിനെ അംഗീകരിക്കണം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, ഫ്യൂച്ചർ പ്ലാൻസുകൾ ചെയ്യണം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്രസന്റിലായിരിക്കണം. അതായത് പ്രസന്റ് എന്ന് പറയുന്നതാണ് ട്രൂ റിയാലിറ്റി എന്ന് പറയുന്നത്. പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനിയും നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. പ്രസന്റ് ആണ് നമ്മുടെ ട്രൂ റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രസന്റിനെ നമ്മൾ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അതിൽ ഞാനിനി കുറച്ച് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്ന് പറയാം. ഫസ്റ്റ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് റിഡക്ഷൻ ആണ്. അതായത് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ് ഒക്കെ കുറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ് നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ പല ആളുകളും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതമാണ് അവർ നയിക്കണം നമുക്ക് തോന്നുന്ന ആളുകളൊക്കെ തന്നെ ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ചിന്തകളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ചിന്തകളെ കുറയ്ക്കാനുള്ള പ്രാക്ടീസാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി രണ്ടാമത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ ഒരുപാട് കുറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വളരെ ഫോക്കസോടും കോൺസെൻട്രേഷനോടും കൂടി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളും വേറെ എന്ത് കാര്യങ്ങളായാലും നമ്മൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേഷനും ഫോക്കസും നമുക്ക് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മാസം ഡിംപിൾ അക്കാഡമിയുടെ ഒരു വോയിസ് ടോക്കിൽ ഒരു ഡീപ്പ് വർക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡീപ്പ് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിനും ഒഴിവായിട്ട്, നമ്മളുടെ ഫോണാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോണൊക്കെ സൈലന്റ് ആക്കി സ്വിച്ച് ഓഫ് ഒക്കെ ആക്കി വെച്ചിട്ട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ
ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മളുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഫോക്കസോട് കൂടി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെലവഴിക്കുന്ന ആ ടൈം, അതാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീപ്പ് വർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കോൺസെൻട്രേഷനും ഫോക്കസും കിട്ടും. അപ്പൊ നമുക്ക് ഈ ഡീപ്പ് വർക്ക് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് കൾട്ടിവേറ്റ് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് നമ്മളുടെ ചിന്തകളെയും ഇമോഷൻസിനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ചിന്ത കുറെ ദിവസം ഇങ്ങനെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു പാറ്റേൺ, ആ ഒരു ചിന്തകൾ വരുന്ന ഇമോഷൻസിന്റെ പാറ്റേൺ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചും എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ചും അറിയാനായിട്ടുള്ള, മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കില്ല് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നാലാമത്തത് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവുണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും വർദ്ധിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഉൾക്കാഴ്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഡിസിഷൻ മേക്കിങ്ങിന്, നല്ല ഡിസിഷൻസ്, വലിയ വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഡയബറ്റീസ് പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് നമ്മളടുത്ത് ഷുഗർ തീരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്, നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആരെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ചോക്ലേറ്റ് തരുമ്പോ നമ്മളത് പെട്ടെന്ന് വാങ്ങി കഴിക്കും. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോ ഇതെനിക്കിപ്പോ കഴിക്കാൻ പാടില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേന്ന് വെച്ചിട്ട് നമ്മൾ നോ പറയും. അങ്ങനെ നമ്മൾക്ക് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മളെ വളരെയധികം സഹായിക്കും ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്, മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് അഞ്ചാമത്തെ പറയുന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് ഇപ്പൊ തന്നെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടും. അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മൾക്ക് സാധിക്കുന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ളതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ റിലേഷൻഷിപ്സ്. നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് സ്കില്ലാവും. പിന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിട്ടായിരിക്കും, കുറച്ചും കൂടെ കാമായിട്ട് ഇരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഇതുകൾ മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയുള്ള കാര്യം, നമ്മുടെ മക്കളുടെ ഒക്കെ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ അവരാ കേക്ക് കട്ട് ചെയ്യണത്, അവരുടെ ആ സന്തോഷമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പറയുമ്പോഴുള്ള സന്തോഷം, അതൊന്നും കാണാനല്ല നമുക്ക് തിരക്ക്. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഫ്യൂച്ചറിലേക്കുള്ള മെമ്മറി സേവ് ചെയ്യാനായിട്ടാണ് തിരക്ക്. പക്ഷെ ആ പ്രസന്റ് മൊമെന്റിൽ ആ ഒരു മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണ ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും നമ്മൾക്കൊരു ഫോട്ടോ നോക്കിയാലോ അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ആവാം, നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ആ ഒരു നിമിഷത്തിൽ നമ്മുടെ മക്കളുടെ ആ ഒരു സന്തോഷം ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാണ്ട് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടൊക്കെ തിരക്കിലായിരിക്കും അല്ലെ. അപ്പം പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുമ്പോഴുള്ള ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത്. ബെറ്റർ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ നമ്മളുടെ അവയർനെസ്, അത് ഗ്രേറ്റർ സെൽഫ് അവയർനെസ്. നമുക്ക് സെൽഫ് അവയർനെസ് നന്നായിട്ട് ഉണ്ടാവുന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ഇതുണ്ടാവും. മൈൻഡ്ഫുൾ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ സെൽഫ് അവയർനെസ് ഉണ്ടാവും. ഈ സെൽഫ് അവയർനെസിന്റെയും മൈൻഡ്ഫുൾനെസിന്റെയും കാര്യം പറയുമ്പോൾ ഞാൻ വായിച്ച ഒരു സ്റ്റോറി ഞാൻ പറയാം. അതൊരു കാട്ടില് നടന്നൊരു കഥയാണ്. നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം ഒരിക്കലും എന്ത് ചെയ്തു, കാട്ടിലുള്ള എല്ലാ ആനിമൽസിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാണ്. അപ്പൊ എല്ലാവരും ടാസ്ക് ചെയ്യണം. അപ്പൊ ഈ ടാസ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ടാസ്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ടാസ്കിന്റെ ദിവസമായി. അങ്ങനെ എന്താണ്, സിംഹം എല്ലാ ആനിമൽസിനെയും വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാൻ പോണ. ഓരോ ആനിമലിനെ ആയിരിക്കും ഓരോ ദിവസം ടാസ്ക് തരിക. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ടാസ്ക് കിട്ടിയത് റാൻഡംലി ഒരു ആനിമലിനെ സെലക്ട് ചെയ്യണം. റാബിറ്റിനാണ് ആ ടാസ്ക് കിട്ടിയത്. അപ്പൊ റാബിറ്റിന് സിംഹം കൊടുത്ത ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റാബിറ്റ് ഒരു സ്റ്റോറി പറയണം. അത് വളരെ എന്താ പറയാ, കോമഡി ആയിട്ടുള്ള ഒരു, വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം റാബിറ്റ് പറയേണ്ടത്. അപ്പൊ റാബിറ്റിന്റെ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ആനിമൽസും ചിരിക്കണം.
ആരും ഒരാൾ പോലും ചിരിക്കാതിരിക്കാൻ പാടില്ല, എല്ലാവരും ചിരിക്കണം. അപ്പൊ റാബിറ്റ് ഈ ഒരു ഗെയിമില് സക്സസ് ആവണമെങ്കിൽ റാബിറ്റിന് ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടാവും. ഇനി ഒരൊറ്റ അനിമൽ പോലും ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, റാബിറ്റിന്റെ ഈ ഒരു ഫണ്ണി സ്റ്റോറി കേട്ടിട്ട് ഒരു അനിമൽ പോലും ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ റാബിറ്റിന് ഈ ഒരു കാട്ടിൽ നിന്ന് തന്നെ ഔട്ട് ആവും, കാട്ടിൽ നിന്ന് തന്നെ ബാൻ ചെയ്യും. അതാണ് റാബിറ്റിന് കൊടുത്ത ടാസ്ക്. അങ്ങനെ റാബിറ്റ് എന്ത് ചെയ്തു, ഒരു സ്റ്റോറി പറയാൻ തുടങ്ങി. വളരെ കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറി റാബിറ്റ് പറയും. അപ്പൊ റാബിറ്റിന്റെ സ്റ്റോറി കേട്ടിട്ട് എല്ലാവരും ചിരിക്കും, സിംഹത്തിനടക്കം ചിരി വരും. പക്ഷെ അപ്പോഴവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡോങ്കി മാത്രം ആ ഒരു ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്ന സമയത്ത് ഡോങ്കി മാത്രം ഒരു ഫീലിംഗ് ഇല്ലാണ്ട് നിൽക്കണം. അപ്പൊ സിംഹം എന്ത് ചെയ്തു, സിംഹത്തിന്റെ റൂള് ചെയ്യണമല്ലോ. അപ്പൊ റാബിറ്റിനെ കാട്ടിന്ന് ബാൻ ചെയ്യും. അങ്ങനെ ഗെയിമിന്റെ രണ്ടാമത്തെ ദിവസം ഈ ടാസ്ക് കിട്ടിയത് മങ്കിക്കാണ്. അങ്ങനെ മങ്കിക്ക് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. മങ്കി ഒരു സ്റ്റോറി പറയണം, അതൊരു ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം. ആ സ്റ്റോറി കേട്ടിട്ട് എല്ലാവരും കരയണം, എല്ലാവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരണം. ഇതൊക്കെയായിരുന്നു മങ്കിക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയും. അങ്ങനെ മങ്കി എന്ത് ചെയ്തു, ആ ടാസ്ക് ചെയ്യാൻ തുടങ്ങി. മങ്കി ഒരു സ്റ്റോറി പറയാൻ തുടങ്ങി. വളരെ ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മങ്കി പറയും. അപ്പൊ മങ്കിയുടെ സ്റ്റോറി കേട്ടിട്ട് അവിടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് മങ്കിയുടെ ചൈൽഡ്ഹുഡിൽ നടന്ന മങ്കി അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി പറയും. അപ്പൊ അത് കേട്ടിട്ട് എല്ലാവരും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, എല്ലാവരും കരയും. അപ്പോഴും വീണ്ടും അവിടെ ഒരു എക്സെപ്ഷൻ, നമ്മളുടെ ഡോങ്കി മാത്രം ആ സമയത്ത് ഭയങ്കര ചിരി, ഡോങ്കി ഭയങ്കരമായിട്ട് ചിരി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സിംഹം ചോദിക്കും, നീ ഇത്ര കരുണയില്ലാത്ത ഒരു ജീവിയാണോ? എല്ലാവരും മങ്കിയുടെ ചൈൽഡ്ഹുഡിൽ ആ സ്റ്റോറി കേട്ടിട്ട് എല്ലാവർക്കും കണ്ണീന്ന് വെള്ളം വന്നു, എനിക്ക് പോലും കരച്ചിൽ വന്നു, എന്നിട്ടും നിനക്ക് ഇത്ര മറ്റുള്ളവരോട് കരുണയില്ലാത്ത ജീവിയാണ്, നീ എന്താ ഈ ചിരിക്കണെന്ന് ചോദിക്കും. അപ്പൊ മങ്കി പറയും, സോറി രാജാവേ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മങ്കി പറഞ്ഞ സ്റ്റോറി ഞാൻ കേട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം റാബിറ്റ് പറഞ്ഞ ആ സ്റ്റോറി എനിക്ക് ഇപ്പോഴാണ് ക്ലിക്കായത്. ഞാൻ അത് ആലോചിക്കായിരുന്നു, അതിൽ ഇത്ര കോമഡി ഇപ്പൊ എനിക്ക് ക്ലിക്കായത്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ശരിക്കും മങ്കി പറഞ്ഞ സ്റ്റോറി കേട്ടില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഡോങ്കി തീരെ മൈൻഡ്ഫുൾ ആയിരുന്നില്ല, അല്ലെ, പ്രസന്റ് മൊമെന്റില് മൈൻഡ്ഫുൾ ആയിരുന്നില്ല. അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, റാബിറ്റിനെ പുറത്താക്കേണ്ടി വന്നു. അപ്പോ ആ സമയത്ത് മങ്കി കഴിഞ്ഞ ദിവസത്തെ കാര്യം ആലോചിച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ആ ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെൽഫ് അവയർനെസ്. അതുപോലെ സിംഹത്തിന്, മങ്കിക്ക് മൈൻഡ്ഫുൾനെസ്സും സെൽഫ് അവയർനെസ് ഒക്കെ കുറവായിരുന്നു. സിംഹത്തിലാണെങ്കിൽ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കാര്യങ്ങൾ ആലോചിക്കാണ്ട് എടുത്തുള്ള ഒരു തീരുമാനം. അങ്ങനെ അതൊക്കെയാണ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ചിന്തകളെ കുറയ്ക്കാന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇംപ്രൂവ്ഡ് കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കൾട്ടിവേറ്റ് ഇമോഷണൽ ഇന്റലിജൻസ്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ബെറ്റർ റിലേഷൻഷിപ്സ്, ഗ്രേറ്റർ സെൽഫ് അവയർനെസ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴുണ്ട്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ബെനിഫിറ്റുകൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോഴുള്ള. ഇനി ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുറച്ചൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കുഞ്ഞു കാര്യങ്ങളിൽ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് മൈൻഡ്ഫുൾ ആയിട്ട് വാഷിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയത്. അതായത് ഒരു കിച്ചണിലൊക്കെ പ്ലേറ്റുകളൊക്കെ കഴുകുമ്പോൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യാന്നുള്ള ഒരു പ്രാക്ടീസ് അത് ആദ്യമേ ഞാൻ ചെയ്തായിരുന്നോണ്ട് എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ആ ഒരു പ്രാക്ടീസ് ഞാൻ കറക്റ്റ് ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. മൈൻഡ്ഫുൾ ആയിട്ട് പ്ലേറ്റ് കഴുകാന്നുള്ള ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്, ഞങ്ങള് കുട്ടികളടക്കം 10 പേരുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കിച്ചണിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാലും ഒരുപാട് പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ കഴുകാനുണ്ടാവും. അപ്പൊ ആദ്യമൊക്കെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതൊക്കെ കഴുകണ്ടേ, പിന്നെ നമ്മള് ശരിക്കും അതൊക്കെ ചെയ്യണം. ആ ജോലികളൊക്കെ ചെയ്യുമ്പോ നമ്മൾ വേറെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഈ പ്ലേറ്റ് കഴുകണമെന്നൊന്നും ആസ്വദിച്ച് അനുഭവിച്ച് ചെയ്യാമെന്നൊന്നും ആർക്കും തോന്നുന്നില്ല. അപ്പൊ ഈ മൈൻഡ്ഫുൾ വാഷിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ പാത്രം കഴുകുന്ന സമയത്ത് ആ ടാപ്പിൽ നിന്ന് വെള്ളം വരണം, ആ വെള്ളത്തിന്റെ ഫ്ലോ, അതുപോലെ തന്നെ ആ വെള്ളം നമ്മളുടെ കൈമേൽ വീഴുമ്പോഴുണ്ടാവുന്ന ആ ഒരു തണുപ്പ്, അതുപോലെ നമ്മുടെ ആ ലിക്വിഡിന്റെ സ്മെല്ല്, നമ്മൾ സ്ക്രബ് അല്ലെങ്കിൽ സ്പോഞ്ച് ഒക്കെ പിടിക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴുണ്ടാവും ആ ഫീലിംഗ്,
പ്ലേറ്റുകളുടെ സൗണ്ട്, അങ്ങനെ നമ്മളുടെ സെൻസേഷൻസിനെ അറിഞ്ഞിട്ട് അതൊരു പ്രാക്ടീസ് പോലെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കിൽ തന്നെയാണ്. അപ്പൊ നമ്മളുടെ അത് ഫീൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇപ്പൊ ഞാൻ ഈ പ്ലേറ്റുകൾ കഴുകുമ്പോ അങ്ങനെ അതിൽ മാത്രം ശ്രദ്ധിച്ചു ചിന്തകളെ പരമാവധി കുറച്ചിട്ട്, തുടക്കത്തിലൊക്കെ നമുക്ക് ചിന്തകളൊക്കെ എന്തെങ്കിലും വരും, പക്ഷെ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ കുറെ കുറച്ചിട്ട് നമ്മൾ അതിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭയങ്കര റിലാക്സ് ആയിട്ടാണ് തോന്നുന്നത്. അത്ര വലിയ ഒരു എത്ര ഉണ്ടായാലും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നണില്ല. കാരണം നമ്മളപ്പോ തോന്നും ഈ പാത്രം ദിവസേന കഴുകണല്ലേ, അതിനിപ്പോ എന്തത്ര ഭംഗിയാ. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം മൈൻഡ്ഫുൾ ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ബ്യൂട്ടി തോന്നും. നമ്മുടെ ചിന്തകൾ കുറയുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തിരുന്ന മൈൻഡ്ഫുൾ ചായ കുടിക്കലായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് അങ്ങനെ ചായ, ചിലവർക്ക് ഇങ്ങനെ പറയണേക്കാം രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചാലേ പിന്നെ വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനുള്ള ഒരു ഉഷാറുണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പണികളുടെ ഇടയിൽ കുടിക്കും, ചിലപ്പോൾ രാവിലെ തന്നെ കുടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ ഈ മൈൻഡ് ഫുള്ള് ഈ പ്ലേറ്റിന്റെ ഒപ്പം തന്നെ ഞാൻ കഴുകലിന്റെ അതോടൊപ്പം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ചായ, മൈൻഡ് ഫുൾ ചായ കുടിക്കല് ചെയ്ത് നോക്കിട്ടാ. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എല്ലാം പറയാൻ കേട്ടാ. അപ്പൊ ഈ മൈൻഡ് ഫുൾ ചായ കുടിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്മെല്ലും ഇതൊന്നും ഇല്ല, എന്നാലും നമ്മൾ ആ ചായ ഭയങ്കര ഒരു ഇതോടുകൂടി അതിന്റെ ആ ഒരു ചൂടും ആ ഒരു ഇത് ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കതിപ്പോ ചായക്ക് ഞാൻ അഡിക്റ്റ് ആയി മാറിയേക്കാണ്. ചായ കുടിക്കൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇപ്പൊ മാറിയെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കുണ്ടായ വേറൊരു വലിയൊരു ഗുണം, മൈൻഡ്ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചിന്തകൾ, ഞാൻ കുറച്ച് ഓവർത്തിങ്കിന്റെ ആൾ തന്നെയായിരുന്നു പണ്ട്. അപ്പൊ ചിന്തകൾ ഒരുപാട് കുറിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ വെച്ച് ഞാൻ ചെറിയ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തൊട്ടൊക്കെ തന്നെ മൈഗ്രെയിൻ ഉണ്ട് എനിക്ക്. അപ്പൊ പിന്നെ അത് കൂടി വന്ന് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മൈഗ്രെയിൻ ആയിരിക്കും. ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുത്തു, അലോപ്പതിയോ ഹോമിയോ ഒക്കെ എടുത്തിട്ടും മരുന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറയും. പിന്നെ അത് നിർത്തി കഴിയുമ്പോൾ കുറച്ച് സമയമാകുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെയായിരുന്നു അവസ്ഥ. പക്ഷെ എനിക്ക് ഭയങ്കര, ഞാൻ ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഇപ്പൊ. എനിക്ക് എന്റെ തോട്ടുകൾ ഒരുപാട്, ഓവർ തിങ്കിങ് കാര്യങ്ങളും സ്ട്രെസ് ഒക്കെ ഒരുപാട് കുറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഒരു മെഡിസിൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രാക്ടീസ് ചെയ്ത മുതൽ ഞാൻ മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് എനിക്ക് കുറഞ്ഞു. ഇപ്പൊ എനിക്ക് വരുമ്പോ തന്നെ വല്ലപ്പോഴൊക്കെ എനിക്ക് മൈഗ്രെയിൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആഴ്ചയിലും 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പൊ വല്ലപ്പോഴും അങ്ങനെയൊക്കെ വരുള്ളൂ. അങ്ങനത്തെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഉണ്ടാവും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾക്ക് കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരും. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മൾ ശ്രമിക്കുക, അതായത് ബ്രഷ് ചെയ്യുമ്പോ നമ്മള് ആ പേസ്റ്റിന്റെ ആ ഒരു ടേസ്റ്റ് അത് അറിഞ്ഞിട്ട് ബ്രഷ് പിടിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ടച്ച് അത് ഫീൽ ചെയ്തിട്ട് നമുക്ക് തുടക്കത്തിലൊക്കെ അത് കുറച്ചൊരു ഇതുപോലെ തോന്നും, പക്ഷെ നമ്മൾ അത് റെഡി ആയി വരും. പിന്നെ നമ്മൾ ഫേസ് കഴുകുമ്പോ വെള്ളത്തിന്റെ ആ തണുപ്പോ ചൂടോ അതോ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് മൈൻഡ് ഫുൾ ബാത്തിങ്, ഹെയർ കോംബ് ചെയ്യുമ്പോൾ നമ്മളായ കോംബ് നമ്മളുടെ തലയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് പിടിക്കുമ്പോഴുണ്ടാവുന്ന ഫീലിങ്, ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ ചിലപ്പോൾ എല്ലാവരും TV കണ്ടിട്ട് അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കിയിട്ടൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളത് മൈൻഡ്ഫുൾ ആയിട്ട്, അപ്പൊ നമുക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു ഫുഡായാൽ പോലും നമ്മൾക്ക് അതൊരു ഇത് തോന്നൂല മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോ. അപ്പൊ നേരത്തെ ചായയുടെ കേസ് പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുമ്പോ ഫുഡിന് അഡിക്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മൈൻഡ്ഫുൾ ആണല്ലോ, നമുക്ക് വാരി വലിച്ച് കഴിക്കരുതെന്നൊന്നും നമുക്ക് അറിയാം. അപ്പൊ ഫുഡ് കഴിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കഴിക്കാനൊന്നും തോന്നൂല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഫിലിമില് ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഫിലിമില് തിലകം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് വയറ് നിറയുന്നതല്ല, ആ കഴിക്കുന്ന ആളുടെ മനസ്സ് നിറയുന്നതാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നണം അതാന്ന് തോന്നിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. എന്നാലും നമ്മൾക്ക് കുറെ വാരി വലിച്ചൊന്നും കഴിക്കാനായിട്ടൊന്നും നമ്മൾക്ക് തോന്നൂല. അങ്ങനെയാണ് മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾക്ക് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും ചിരിക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു ചിരിക്കുമ്പോൾ അപ്പൊ നമുക്ക് അത് എൻജോയ് ചെയ്യാം. രാവിലെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കിളികളുടെ ഒക്കെ സൗണ്ടുകൾ അതൊക്കെ എൻജോയ്, അങ്ങനെ മൈൻഡ്ഫുൾനെസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് തുടക്കത്തിലൊക്കെ ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ലിറിക്സും അതുപോലെ തന്നെ ഒരു പാട്ടെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മൈൻഡ്ഫുൾ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ലിസണിങ് നല്ല ലിസണർ ആവുക. നമ്മൾ നേരത്തെ മങ്കിയുടെയും
ഡോങ്കിയുടെ ഒക്കെ സ്റ്റോറി പറഞ്ഞതിൽ ഡോങ്കിക്ക് ലിസണിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്, മൈൻഡ്ഫുൾ അല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ, ബുക്ക് റീഡ് ചെയ്യുമ്പോൾ, നമ്മുടെ കുട്ടികളുടെ കൂടെ അവരടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, നമ്മുടെ മക്കളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് പറയും. പക്ഷെ നമ്മൾ ഫിസിക്കലി നമ്മൾ അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ഒരുപാട് ചിന്തകളായിരിക്കും നമ്മളുടെ മനസ്സിൽ. അപ്പൊ അവരുടെ ആ ഒരു കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത് ആ ഒരു നിമിഷങ്ങൾ അതൊക്കെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞ് ആസ്വദിച്ച് അതിൽ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം ചിന്തകളെ കുറച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഈ മൈൻഡ്ഫുൾനെസിന്റെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പക്ഷെ നമുക്ക് തോന്നും പാസ്റ്റിൽ നടന്നിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റൂലേന്ന്. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ ഇപ്പൊ പ്രസന്റിൽ നമുക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായാലും നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ അതിലെ ബ്യൂട്ടി നമ്മൾക്ക് ആസ്വദിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് പ്രസന്റിൽ അങ്ങനെ ചെയ്യുന്നേക്കാളും ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിലും നമുക്ക് ബ്യൂട്ടി കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ലോകത്ത് നമുക്കൊക്കെ എന്താണ് എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യണം, വേഗം അവസാനിപ്പിക്കണം, വേഗം എത്തണം എന്നുള്ള ചിന്തയാണ് അല്ലേ. നമ്മൾക്ക് തോന്നി ഇങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം നമുക്ക് ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്ത കാര്യം അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് കാം ആയിരിക്കും ചിന്തകൾ കുറയുമ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ ഒക്കെയാണ് മൈൻഡ്ഫുൾനെസിന്റെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതിന്റെ പ്രാക്ടീസുകളെ പറ്റിയാണ് പറയുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന തോട്ട്സിനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും നമ്മുടെ ഉള്ളിലുള്ള ഈഗോസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താണ് മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് വരിക. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തകളെ കുറയ്ക്കാന്നുള്ള അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യുക. സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സ്ലോ ഡൗൺ ആയിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മുടെ ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അതെനിക്ക് തോന്നണം അത് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ്. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? ആരെങ്കിലും ചെയ്യാറുണ്ടോ? അതായത് നമ്മുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ള മെഡിറ്റേഷൻ എന്നൊക്കെ പറയും, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കാന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ബ്രീത്തിങ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസന്റ് മൂമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ദിവ്യ ഗിരീഷ് മാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മാമിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എങ്ങനെയാ ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഒന്ന് പറയോ എങ്ങനെയാ ചെയ്യണമെന്നുള്ളതൊന്ന് പറയോ? മാം ഇപ്പൊ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, കിച്ചണിലാണ്, അതുകൊണ്ട്. അല്ല, ഞാൻ EFT ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. അതിലിപ്പോ മെന്ററായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ അത് പോസിബിൾ അല്ല. കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബോധപൂർവം നമ്മള് അതിനു വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റും. പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റും. മൈൻഡ്ഫുൾ വാക്കിംഗ്, അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. മെഡിറ്റേഷനിൽ നമ്മൾ എത്രമാത്രം നമ്മള് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും, നമ്മുടെ സെൽഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഇന്നർ സൗണ്ടിനെ വാച്ച് ചെയ്തുകൊണ്ട് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ പറ്റും. അത്രയും നമുക്ക് നമ്മുടെ എനർജി ലെവലും നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ ഹാപ്പിനെസ്സും കണ്ടെത്താനും അത് അറിയാനും അനുഭവിക്കാനും പറ്റുന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
ചെറിയ ചെറിയ മൈൻഡ്ഫുൾ വാക്കിങ്, മോർണിംഗ് വാക്കിനെ മൈൻഡ്ഫുൾ ആക്കിയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അറിഞ്ഞ് ബ്രീത്തിൽ ശ്രദ്ധിച്ചും അങ്ങനെ ഓരോന്നിനും ശ്രദ്ധിച്ച് മൈൻഡ്ഫുൾ ആക്കി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്കും അത് പറ്റും. ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു രസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൂടുതലായിട്ട് പ്രാക്ടീസ് അതെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു പാസ്റ്റില് നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് പ്രസന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു ദിവ്യ മാം. ഓക്കെ മാം. അപ്പോ മാം പറഞ്ഞ പോലെ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ്. നമുക്കത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. രാവിലെ സ്ഥിരമായിട്ട് ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു 2 ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പൊ ഈ ബ്രീത്ത് എന്ന് പറയുന്ന കാര്യം നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്നതാണല്ലോ. അപ്പൊ ഈ പ്രാക്ടീസ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ബ്രീത്തിങ്ങിനൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണല്ലേ. അപ്പൊ ഈ ബ്രീത്തിങ്ങിന്റെ പ്രാക്ടീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം തന്നെ ഒന്ന് നമ്മുടെ മൈൻഡിനൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതായത് ഉള്ളിലേക്ക് ശ്വാസം മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു സെക്കൻഡ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. ഡീപ്പ് ബ്രീത്ത് എന്ന് പറയില്ലേ. നമ്മൾക്കിപ്പോ ഈ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നത് ഭയങ്കര ഗുണമാണ്. ഇപ്പൊ നമ്മളൊരു ഉള്ള സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ, അതായത് നമ്മളിപ്പോ ഒരു പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുക, എന്തെങ്കിലും ഭയങ്കര ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഡീപ്പ് ബ്രീത്ത് നമ്മളെ സഹായിക്കും. നമ്മളിങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണം. ഒന്ന് ദീർഘശ്വാസം എടുക്കുമല്ല, അത് നമ്മളൊരു പ്രാക്ടീസ് പോലെ ചെയ്യണത്. അപ്പൊ ഈ ഡീപ്പ് ബ്രീത്തിങ് നമ്മളുടെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ 2-3 പ്രാവശ്യം, എത്രയോ പ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് അതിങ്ങനെ ചെയ്യാം. ഡീപ്പ് ബ്രീത്ത് ആദ്യം തന്നെ എടുക്കുക, ശ്വാസം പരമാവധി ഉള്ളിലേക്ക് എടുക്കുക, പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് പുറത്തേക്ക് വിടുക. ഇതാണ് ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീപ്പ് ബ്രീത്തിന്റെ കാര്യം ഞങ്ങൾക്ക്, ഞാൻ 4th ബാച്ചിലായിരുന്നു, ഞങ്ങൾക്ക് ഫൈസൽ സാറിന്റെ അപ്പം ആഫിഫ മാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. മാമിനെ അറിയണവരുണ്ടായിരിക്കും. അപ്പൊ മാം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഡീപ്പ് ബ്രീത്ത് ചെയ്യണം. നമ്മൾ ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുമ്പോഴായാലും എപ്പോഴായാലും നമുക്കൊന്നൊരു സ്ട്രെസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യണം എന്ന് മാം എപ്പോഴും പറയാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ മാമിനെ താങ്ക്സ് പറയണം. പിന്നെ അപ്പൊ ഡീപ്പ് ബ്രീത്ത് 2-3 പ്രാവശ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഡീപ്പ് ബ്രീത്ത് കാമായി കഴിയുമ്പോൾ നമ്മളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യരുത്. ആ ഒരു ശ്വാസം നമ്മുടെ മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് പോണതും അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരണതും ആ ഒരു ഫ്ലോ, ആ ശ്വാസം പോണ ആ ഒരു താളം അല്ലെങ്കിൽ ആ ഒരു പോണ ആ ഒരു മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. അതായത് മെഡിറ്റേഷൻ എന്നാണ് ഇതിന് പറയുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണേനെയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ശ്വാസത്തിൽ നിന്നല്ല, വേറെ എന്തെങ്കിലും കാര്യത്തിലായാലും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണേനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്വാസം ഉള്ളിലേക്ക് ഇങ്ങനെ പോണതും ശ്വാസം മൂക്കിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരേണ്ടതും ആ ശ്വാസത്തിന്റെ ആ ഒരു ഫ്ലോ അത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചിന്തകൾ കുറയ്ക്കാം. അപ്പൊ എന്തായാലും നാച്ചുറൽ ആയിട്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ചിന്തകൾ വരുമ്പോ ചിലപ്പോ ചിന്തകൾ ഇങ്ങനെ കാട് കയറിയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ചിന്തകൾ വരുമ്പോ നമ്മൾ പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. നമുക്ക് ഞാനിപ്പോ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ, നമുക്ക് മനസ്സിലാവുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ആ ചിന്തകളെ പിന്നെ ജഡ്ജ് ചെയ്യാനോ ഇതാക്കാനോ നിൽക്കരുത്. നമ്മൾ വീണ്ടും ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കും. അങ്ങനെ തുടക്കത്തിൽ ഒരുപാട് ചിന്തകളൊക്കെ നമ്മിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 ആഴ്ച റെഗുലർ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒരുപാട് കുറയും. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വേറെ കാര്യങ്ങളിൽ നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഗുണം. അപ്പൊ ഡീപ് ബ്രീത്ത് 2-3 വട്ടം എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണടച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. തുടക്കക്കാരൊക്കെ കണ്ണടച്ചുകൊണ്ട് കുറെ നാൾ വരെയൊക്കെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ അത്രയും ഭയങ്കര ഇതിലെത്തിയത് കാരണം നമ്മൾ ഒരു സാധനം കാണുമ്പോൾ എന്തായാലും അത് പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ കുറച്ചും കൂടെ നല്ല ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചിന്തകൾ വരുമ്പോ മനസ്സിലാവുമ്പോൾ വീണ്ടും ശ്വാസത്തിലേക്ക് പോവാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ചിന്തകൾ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞത് കാണാം. ആ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലും ഓവർ തിങ്ക്
കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറയ്ക്കാനും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ തുടക്കത്തിൽ നമ്മൾക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ ഇരിക്കാം ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ 5 മിനിറ്റ് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ മാത്രം നമുക്ക് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയം ചിന്തകൾ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് അത് കൂട്ടാം, കുറച്ചും കൂടെ ദിവസം കഴിയുമ്പോൾ അത് കൂട്ടി 5 മിനിറ്റ് എന്നുള്ളത് 10 ആക്കാം, 15 ആക്കാം, 20 ആക്കാം. അങ്ങനെ നമ്മൾക്ക് ഇത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാക്ടീസ് ഇതാണ്. പിന്നെ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ 2-3 വട്ടം ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോ ശ്വാസം പരമാവധി നമ്മൾ ഉള്ളിലേക്ക് എടുക്കണല്ലോ. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ചുരുങ്ങും ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോ. അപ്പൊ നമ്മുടെ ലങ്സ് വികസിക്കും. ലങ്സ് വികസിക്കുമ്പോൾ ഒരുപാട് ഓക്സിജൻ നമ്മുടെ ലങ്സിൽ വരും, അത് ബ്ലഡിലേക്ക് വരും, നമ്മുടെ സെല്ലുകളിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. പിന്നെ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അതിൽ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനുള്ള കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ, അതായത് നമ്മുടെ സ്ട്രെസ് കൂട്ടണ ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ അതിന്റെ അളവ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ആ സംഭവം സ്റ്റിമുലേറ്റ് ആയിട്ട് ഈ കോർട്ടിസോളിന്റെ എന്നുള്ള ഹോർമോണിന്റെ അളവ് കുറയുന്നാണ് പറയുന്നത് നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ. അങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, എന്നിട്ട് ഈ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിന്റെ. ഇത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ മൈൻഡ്ഫുള്ളി ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് കുറെ നാളെയുമ്പോൾ നല്ല മൈൻഡ്ഫുൾ ആയിട്ട് ഇതൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾക്ക് ഈ പ്രാക്ടീസ് ഒക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ അതാണ് ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത്, ബ്രീത്തിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഡീടോക്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കേൾക്കുന്നത് കുറയ്ക്കുക. റീഡിങ്ങും കാര്യങ്ങളും അതല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ആവാം മൊബൈലിൽ. അതല്ലാണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ന്യൂസുകളും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചാനൽസുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രെയിനിലേക്ക് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണെങ്കിൽ നമ്മളുടെ ഈ കാണുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. അതായത് മൾട്ടി ടാസ്കിങ്, ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണതിനാണല്ലോ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ കുറയും അല്ലെ. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്കായിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. എന്നാലും നമുക്ക് ചില കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നമുക്ക് പരമാവധി നമ്മുടെ ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മൾട്ടി ടാസ്കിങ് കുറയ്ക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അതായത് നമ്മൾ നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ഈ മൈൻഡ്ഫുള്ളും ഗ്രാറ്റിറ്റ്യൂഡും തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളെപ്പോഴും നമ്മൾക്കുള്ള കാര്യങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാട് കയറി ചിന്തകൾ വരണത് അല്ലെ. അപ്പൊ ചിന്തകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾക്കുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരു നേരത്തെ ഫുഡ് കിട്ടുന്നുണ്ട്, നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റണ്ട, അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾക്കുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫീലോട് കൂടിയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, പ്രസന്റ് മൊമെന്റിൽ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു ഫീലോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ചിന്തകൾ ഒരുപാട് കുറയും. അങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനും പറ്റും. പ്രസന്റിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാന്നുള്ളത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമ്മൾ അപ്പൊ നമ്മളുടെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 5 നേരം ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലാണ്ട് തന്നെ നമ്മുടെ ഈ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോട് ഇരിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ, കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഫീലിംഗ് നമ്മൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ചിന്തകൾ കുറയുന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് ആണ്. ഇത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഹാഫ് സ്മൈൽ എന്ന് പറയുന്നത്, ഹാഫ് സ്മൈൽ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഹാഫ് സ്മൈല് എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ഒരു ചെറുതായിട്ടൊരു ചിരി, അതാണ് ഈ ഹാഫ് സ്മൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ലിപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിന്റെ കോർണർ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക, അതാണ് ഈ ഹാഫ് സ്മൈൽ. നമുക്കതൊരു ചിരിക്കണതാണെന്ന് ഫീൽ ചെയ്താലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല, അതൊരു ചിരിക്കുകയാണെന്ന് തോന്നണമെന്നില്ല.
അങ്ങനത്തെ ഒരു ചിരിനെയാണ് ഈ ഹാഫ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹാഫ് സ്മൈൽ എപ്പോഴും നമ്മളുടെ ഫേസിൽ കൊണ്ടുവരാം. നമ്മുടെ സ്മൈലിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. നമ്മുടെ ലോഫിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ രണ്ടെണ്ണൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സ്മൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നറിയാം. അപ്പൊ നമ്മൾ ഈ ഹാഫ് സ്മൈൽ ഉണ്ടാവുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു ഇതിലിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ബ്രെയിനിൽ അതിന്റെ ഹോർമോൺസ് നമുക്ക് അപ്പൊ അതുപോലെ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മളിപ്പം മെഡിറ്റേഷന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ബ്രീത്തിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് ഒരു ഹാഫ് സ്മൈൽ ആക്കി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഹാഫ് സ്മൈലോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടുന്നതാണ് പറയണത്. നമുക്ക് ഫോക്കസ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് തോട്ടുകളെ കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രാക്ടീസുകൾ വരുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ നമ്മൾ അവയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തോട്ടുകളെ കുറിച്ചും ഇമോഷൻസിന്റെ പാറ്റേൺസിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ല അവയർ, മനഃപൂർവ്വം നമ്മൾ അവയർനെസ് കൊണ്ടുവരാൻ നോക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടോ എന്നുള്ള അവെയർ ആയിട്ടിരിക്കുക. രണ്ടാമത്തേത് പറയുന്നത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യാനുള്ള സമയം കണ്ടെത്തിയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ആസ്വദിച്ച് അനുഭവിച്ച് പ്രസന്റ് മൊമെന്റിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് നമ്മളുടെ ബ്രീത്തിങ് പ്രാക്ടീസ് ആണ് വരുന്നത്. പിന്നെ നാലാമത്തേത് ഡിജിറ്റൽ ഡീടോക്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ട്രൈ ടു അവോയ്ഡ് മൾട്ടി ടാസ്കിങ് കുറയ്ക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, ഫിലാറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ ഹാഫ് സ്മൈല്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ മൈൻഡ്ഫുൾനെസ് കുറച്ചുകൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള പ്രാക്ടീസുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ ഒരുപാട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട്, ഇപ്പൊ ദിവ്യ മാം പറഞ്ഞ പോലെ അത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മളെ ചുറ്റുപാടിലുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ സന്തോഷവും സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു പീസ് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പൊ ഇതുപോലുള്ള പ്രാക്ടീസുകളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൊത്തത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഞാനിവിടെ ഇപ്പോ ക്ലാസ് നിർത്താനായിട്ട് വിചാരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസൽ സാർ. യെസ്, താങ്ക് യു സജ്ജന. വളരെ ഒരു വർത്തിയായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ സജ്ജന നമ്മളോട് ചെയ്ത. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കുറച്ച് സമയമാണെങ്കിലും, കുറച്ച് സമയം എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ 1 hour ആവാനായി. എന്നിരുന്നാൽ കൂടി അതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ടച്ച് ചെയ്തു പോയി. മൈൻഡ്ഫുൾനെസ് ആയിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതിൽ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട് സജ്ജന. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ. ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ മാം പറഞ്ഞതിനോട് പിന്നെ എന്തെങ്കിലും ചേർത്ത് ചോദിക്കാനോ അതല്ലെങ്കിൽ സെഷന്റെ ഫീഡ്ബാക്ക് പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓഡിയൻസിലേക്ക് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ബാബു സാറില്ലേ സാർ? ബാബു സാറ് ബാബു സാറ് നോർമലി ജോയിൻ ചെയ്യാറുണ്ട്. ചിലപ്പോ എന്തെങ്കിലും തിരക്കായി പോയിട്ടുണ്ടാവും. സജ്ജന മാം, അപ്പോ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പോ നമ്മളെ പോലെയുള്ള ഈ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോ എന്തായാലും സജ്ജന മാം നല്ല ഒരു ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിന്റെ ഒരു ടോപ്പിക് എടുത്തത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എപ്പോഴാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അതിനെ നെക്സ്റ്റ് മൂവ് ഓൺ ചെയ്യാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളും അതുപോലെയുള്ള അറിവുകളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടും. അപ്പോ ഇതൊക്കെ അറിയുക എന്നുള്ളത്, ഇതുപോലുള്ള ടോപ്പിക് എടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഓൾറെഡി നല്ലൊരു സെഷൻ കഴിഞ്ഞു. എന്തായാലും
താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. സന്തോഷം. മുബാറക്ക് ചാറ്റിൽ അറിയിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, സോ ഇൻഫോർമേറ്റീവ് എന്ന് അറിയിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, സോ ആരെങ്കിലും പറഞ്ഞോ? ഒന്നുകൂടി കൂട്ടിച്ചേർക്കാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് ദ പവർ ഓഫ് നൗ എന്ന് വേണമെങ്കിൽ വേറൊരു തരത്തിൽ ആ ഒരു ബുക്ക് തന്നെയുണ്ട്. അതെ അതെ അതെ, പവർ ഓഫ് നൗ. ഈ നിമിഷത്തിന്റെ നമുക്ക് ഓരോ നിമിഷത്തിലും ഈ നിമിഷത്തിൽ എനിക്ക് എങ്ങനെ ഹാപ്പി ആകാൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ പറ്റും. ആ ഓരോ നിമിഷത്തിന്റെയും വാല്യൂ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതെ അതെ, തീർച്ചയായിട്ടും. മാം, സജന മാം ഒരു ബുക്ക് റെഫർ ചെയ്തു മാം ഇവിടെ. അപ്പൊ അത് ഞാൻ രണ്ട് ബുക്ക് പറഞ്ഞിരുന്നു. ഒന്ന് തിക് നാറ്റ് ഹാൻഡ് മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ്, പിന്നെ ഇപ്പൊ പറഞ്ഞത് പവർ ഓഫ് നൗ എക്കാർട്ട് ടോളെ. അത് നല്ല ബുക്കാണ് കേട്ടോ. അത് പവർ ഓഫ് നൗ എന്നായിട്ടുള്ള ബുക്ക്. അതെ അതെ, ഒരുപാട് പേർക്ക് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ഒരു ബുക്കാണെന്നാണ് പറയണത്. അത് എന്തായാലും ഇതെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു. എന്തെങ്കിലും മാറ്റങ്ങൾ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ തിങ്കിങ്ങിലൊക്കെ ഭയങ്കര മാറ്റം വരും. നമ്മളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ. താങ്ക്സ് മാം. ഓക്കെ, താങ്ക് യു. സോ ഇവിടെ മാം പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക, കൂടുതൽ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അതേപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുക. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നതിനേക്കാൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തി നോക്കി അപ്പോഴാണല്ലോ നമുക്കതൊരു എഫക്റ്റീവ് ആവുള്ളൂ അല്ലെ. വിശേഷിച്ചും ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള കാലത്ത് എവിടെ നിന്നാണ് ഒരു ഹാപ്പിനെസ് കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം, അതല്ലെങ്കിൽ എങ്ങനെ ഹാപ്പി ആകാം, എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ഒന്നും നമ്മൾ ചെയ്തു നോക്കൂല. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഇതിലൂടെ, ഈ ഒരു സെഷനിലൂടെ അങ്ങനെ പിന്നെ കേട്ടവരൊക്കെ, ഇവിടെ ലൈവിൽ കേട്ടവരും അതേപോലെ തന്നെ ഇനി യൂട്യൂബിൽ കേൾക്കാൻ ഇരിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, അത് മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. അപ്പൊ നമ്മുടെ മാം പറഞ്ഞതുപോലെ മാമിന്റെ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മാം ഇവിടെ ഷെയർ ചെയ്തത്. അതിലൂടെ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളൊക്കെ മാം ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്കും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. മാം ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് മറ്റൊരു സെഷൻ ഇതേ സമയത്ത് ഉണ്ടാകും. ദ അനാറ്റമി ഓഫ് ഗ്രാഫിക് ഡിസൈൻ, പോസ്റ്റർ മേക്കിംഗ് ആൻഡ് ലോഗോസ്. അതായത് നമ്മുടെ പോസ്റ്ററുകളും അതേപോലെ തന്നെ ലോഗോസും ഒക്കെ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിന് ചില ക്രിയേറ്റിവിറ്റികൾ ഉണ്ടാവാറുണ്ട്. ഓരോ ലോഗോകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേകതകളുണ്ട്. അതിന്റെ കളർ കോമ്പിനേഷനുകൾക്ക് പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നാളെ വി അമീർ സാർ ആണ് നാളെ സംസാരിക്കുന്നത്. അപ്പൊ നാളത്തെ ട്രെയിനർ സ്റ്റോക്കിലേക്കും നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത സജന മാം, വളരെ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് അവതരിപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.